ഹലോ കൂട്ടുകാരെ, സ്കൂളൊക്കെ തുറക്കാറായില്ലേ? നമുക്ക് ഫോട്ടോ വെച്ചിട്ടുള്ളൊരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യമായിട്ട് ക്യാൻവ ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൽ നമുക്ക് A3 ഡോക്യുമെൻ്റാണ് വേണ്ടത്. അപ്പോൾ അതിൽ A3 ഡോക്യുമെൻ്റ് എടുക്കുക. നിങ്ങൾക്ക് A4 ഡോക്യുമെൻ്റ് എടുക്കാം. ഞാനിവിടെ A3 ഡോക്യുമെൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ ടെംപ്ലേറ്റ്സ് കാണും. അപ്പം എനിക്ക് ഇതിനകത്ത് റെക്റ്റാങ്കിൾ ബോക്സുമാണ് വേണ്ടത്. റെക്റ്റാങ്കിൾ ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റെക്റ്റാങ്കിൾ ഫ്രെയിം നമുക്ക് മൊത്തം നെയിം സ്ലിപ്പിൻ്റെ ഷേപ്പിലാണല്ലോ വേണ്ടത്. അപ്പോൾ അത് 3 ഇതായിട്ട് ആക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് 3 ഓവർലാപ്പ് ആവാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. കുറച്ച് ടൈം എടുത്താലും വൃത്തിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് അതിനുള്ളിൽ ഫിക്സ് ആവണം. അതുപോലെ ആ ഒരു പേജ് ഫുള്ള് നമ്മളത് ഫിക്സ് ആക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് അതിനകത്തൊരു ഫോട്ടോ വെക്കണം അല്ലേ? ഇപ്പോൾ ഫോട്ടോ എൻ്റെ ഫോട്ടോ വെക്കുന്ന ഒരു ഫ്രെയിമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏത് ഫ്രെയിം വേണേലും നമുക്കിതുപോലെ സെലക്ട് ചെയ്യാം. ഞാൻ ഒരു ഫ്രെയിം എടുത്തു. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഫോട്ടോ നിൽക്കത്തക്ക രീതിയിലാണ് ഞാനവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നെയിം സ്ലിപ്പിനകത്തുള്ളതുപോലെ നമുക്ക് നെയിം, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ എല്ലാം സെലക്ട് ചെയ്യുന്നതിന് ആഡ് ചെയ്യുക. സബ് ഹെഡിങ്ങിനകത്ത് നമുക്ക് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനകത്ത് നമുക്ക് ഫോണ്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 15 ഫോണ്ട് സൈസിൽ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളറിലാക്കണമെങ്കിൽ കളർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇതുപോലെ ഇപ്പം ഞാൻ എടുക്കാൻ 15 സെലക്ട് ചെയ്തു. അപ്പോൾ അത് എല്ലാം ഒരേ ലൈനിൽ വരുന്ന ഒരു രീതി ചെയ്യണം. ഇനിയിപ്പോൾ ഇത്രയും സെറ്റായ സ്ഥിതിക്ക് ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഡോട്ടഡ് ലൈൻ വേണം, അല്ലെങ്കിൽ നമുക്ക് അതിലെഴുതാൻ പറ്റുന്ന ഒരു ലൈനാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ സെലക്ട് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലെയറിൻ്റെ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള പരിമിതികളുണ്ട്. എനിക്ക് ഫോണിൽ ടച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അത് വരാറില്ലായിരുന്നു. കുറച്ച് കണ്ട ഒരു ലൈൻ പൊസിഷൻ വന്നാൽ പിന്നെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ഭയങ്കര പാടായിരുന്നു സെറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പിൽ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ മോൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഫോട്ടോ അതിനകത്ത് സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഫോട്ടോ നമുക്ക് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വരണം. അപ്പോൾ അതുപോലെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഇൻസൈഡ് വെക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ അതിനകത്ത് ഉള്ളിൽ ഫിറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 4 ഭാഗത്തും പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റിന് എന്തെങ്കിലുമൊക്കെ അലങ്കാരപ്പണികൾ വേണമെങ്കിൽ, ഇപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു സ്നോ വൈറ്റിനെ വേണം. അപ്പോൾ സ്നോ വൈറ്റിൻ്റെ ഫോട്ടോ നമുക്കതിൽ ബ്രൈറ്റായിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നെസ് കുറച്ച് ട്രാൻസ്പെറൻസി കുറച്ചിട്ട് നമുക്ക് എത്ര 15 നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും. അത് ചെറിയ സൈസിലാക്കി അറ്റത്താക്കുകയാണ്. ആക്കി കഴിയുമ്പോൾ സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോഴാണ് ഭംഗി വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു അടുത്തൊരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ഇപ്പം ചെയ്താൽ ബോറായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചെയ്യാം. അതിലത് അത്രയും മതി. ഇപ്പോൾ ഫ്ലവർ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഇതാണ് വരുന്നത്. ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് പ്ലസ് നമ്മുടെ ഒരു ഫോട്ടോ. അപ്പോൾ അതിലെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം.
ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം തന്നെയാണ്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്ത് അതിനകത്ത് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. പിന്നെ നെയിമും സബ്ജക്റ്റും സ്റ്റാൻഡേർഡും എല്ലാം നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ നമ്മൾ റെഡിയാക്കി. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതാണ് ഇപ്പം മോൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് അവരിങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ പേടിച്ച് പോകും. പക്ഷേ ഇതിനകത്ത് സേവ് ആവും കേട്ടോ. സേവ് ആക്കിയിട്ട് ഇത് A3 ഡോക്യുമെൻറ്റിൽ എടുത്തിട്ട് സ്റ്റിക്കർ പേപ്പറിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിക്കർ പേപ്പർ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.